നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാനിക് അറ്റാക്ക് എന്നതിനെക്കുറിച്ചാണ്. വളരെ കോമണായ ഒരു പ്രശ്നമാണ് പാനിക് അറ്റാക്ക്. നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും പാനിക് അറ്റാക്ക് ഉണ്ടായും കാണും. വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ, ചിലപ്പോൾ വീട്ടിലായിരിക്കും, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, പെട്ടെന്ന് മനസ്സിന് ഒരു ഭയം ഉണ്ടാവുക, നെഞ്ചിടിപ്പ് വേഗത്തിലാവുക, ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഉള്ളിലേക്ക് ശ്വാസം വരുന്നില്ല എന്ന പോലത്തെ തോന്നൽ, ഭയങ്കരമായി ശരീരം വെട്ടി വിയർക്കുന്നു, നെഞ്ചിന് ചിലപ്പോഴൊക്കെ വേദനയുണ്ടാകാം, എന്തോ സംഭവിച്ചു പോകും, മരിച്ചു വരെ പോയേക്കും എന്നുള്ള ഭീതി, അത് ഇങ്ങനെ പടിപടിയായി നിമിഷ നേരം കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. ഈ അവസ്ഥയ്ക്കാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ ഇത് ഹാർട്ട് അറ്റാക്കൊക്കെയാണ്, നെഞ്ചുവേദനയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പേടിക്കുകയും കാഷ്വാലിറ്റികളിലേക്കൊക്കെ ചെന്ന് ECG എടുക്കുന്നു, ഹാർട്ടിൻ്റെ പരിശോധനകളൊക്കെ നടക്കുക, ഇതൊക്കെ സാധാരണമാണ്. എന്താണ് പാനിക് അറ്റാക്ക്? നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിന് ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് പേടിയുണ്ടാവുന്ന എന്തെങ്കിലും സാഹചര്യം വന്നാൽ, ഉദാഹരണത്തിന് നിങ്ങളെ ഒരു പട്ടി കടിക്കാൻ വന്ന് വെക്കുക, നിങ്ങളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലാവും, രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, ഭയങ്കരമായിട്ട് വേർക്കാൻ തുടങ്ങും, ടെൻഷൻ ഉണ്ടാവും, ശ്വാസഗതി വേഗത്തിലാകും. ഇതിനാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായ കാരണമുണ്ട് ഇവിടെ, പട്ടി കടിക്കാൻ വന്നതല്ലേ. പക്ഷേ വ്യക്തമായ കാരണമില്ലാതെ പെട്ടെന്ന് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ശരീരത്തിലുണ്ടാകുന്നതിനെയാണ് പാനിക് അറ്റാക്ക് എന്നതിലേക്ക് വഴിവെക്കുന്നത്. ആരിലാണ് പാനിക് അറ്റാക്ക് കൂടുതലായി കാണുന്നത്? ഇത് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. കാര്യം ചിലപ്പോൾ ശരിക്കും ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, നെഞ്ചുവേദന വന്നിട്ട് ഇത് പാനിക് അറ്റാക്ക് ആണെന്ന് വിചാരിച്ചിരുന്ന് പോയി പരിശോധിക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. വേണ്ട പരിശോധനകൾ തീർച്ചയായും നടത്തണം. വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളപ്പോഴൊക്കെയാണ് നമ്മളത് പാനിക് അറ്റാക്ക് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുക. സാധാരണഗതിയിൽ ഒരു 20നും 50നും വയസ്സിന് ഇടയ്ക്കുള്ള ആളുകളിലൊക്കെ ആയിരിക്കും പാനിക് അറ്റാക്ക് കൂടുതൽ. പെൺകുട്ടികളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായി പാനിക് അറ്റാക്ക് ഉണ്ടാകാറ്. കൊച്ചുകുട്ടികളിലെ ടീനേജേഴ്സ് 15-16 വയസ്സുള്ളവരിലൊക്കെ ഉണ്ടാകാം പാനിക് അറ്റാക്ക്. സ്കൂളിലൊരു ടീച്ചർ വഴക്ക് പറയുക, വീട്ടിലെ അച്ഛനോ അമ്മയോ എന്തെങ്കിലും പെട്ടെന്ന് നീരസപ്പെട്ട് പറയുക, എന്തെങ്കിലും ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോവുക, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് മനസ്സിൽ ഭയം വരികയും അത് ഒരു പാനിക് അറ്റാക്കിലേക്ക് മാറുകയും ചെയ്യാം. ഒരു പാനിക് അറ്റാക്കിൻ്റെ സമയത്തുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. നിങ്ങളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലാവും, നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. ഭയങ്കരമായ പേടി മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരും. ശരീരത്തിലെ ഈ രോമങ്ങളൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ തോന്നും. ഭയങ്കരമായി വിയർക്കാൻ തുടങ്ങും. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസത്തിൻ്റെ ഗതി വേഗത്തിലാവുക, ശ്വാസം ഉള്ളിലേക്ക് എടുത്താലും അതങ്ങ് ഉള്ളിലേക്ക് വരുന്നില്ല എന്ന പോലെയുള്ളൊരു അനുഭൂതി ഉണ്ടാകും. ചിലപ്പോഴൊക്കെ നെഞ്ച് വേദന, ആരോ നെഞ്ചത്ത് കയറി ഇരിക്കുന്നത് പോലെ ഉള്ളൊരു അസ്വസ്ഥത. പിന്നെ മരിച്ചു പോകും എന്ന രീതിയിലുള്ളൊരു പേടി. ഇത് വളരെ വേഗത്തിൽ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുക. ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്ന്, പ്രായം. ഹാർട്ട് അറ്റാക്ക് സാധാരണഗതിയിൽ കുറച്ചും കൂടെ പ്രായം ചെന്നവരിൽ, പ്രഷർ, ഷുഗർ അങ്ങനെ അസുഖങ്ങളുള്ളവരിലായിരിക്കും. പാനിക് അറ്റാക്ക് കുറച്ചും കൂടെ ചെറുപ്പമായ ആൾക്കാരിലായിരിക്കും. 2, പാനിക് അറ്റാക്ക് മിക്കപ്പോഴും ഉണ്ടാവുക വിശ്രമിക്കുന്ന അവസ്ഥയിൽ, എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നു, എന്തെങ്കിലും കണ്ടു പേടിക്കുന്നു, അങ്ങനെയുള്ള സമയത്തായിരിക്കും. ഹാർട്ടിൻ്റെ അറ്റാക്ക് വരുന്നത് ആയാസമുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ, പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ ഓടിക്കയറുക, ഒരു ഭാരമുള്ള എന്തെങ്കിലും എടുത്ത് പൊക്കി, അങ്ങനെയുള്ള സമയത്തായിരിക്കാം നെഞ്ചുവേദന തുടങ്ങുക. പിന്നെ ഹാർട്ട് അറ്റാക്കിൽ ഏറ്റവും പ്രോമിനൻ്റായി നിൽക്കുന്ന ലക്ഷണം നെഞ്ചുവേദനയാണ്. അത് നെഞ്ചിൻ്റെ ഇടതുവശത്തായിരിക്കും, കയ്യിലേക്കും വേദന വരുന്നത് പോലെ ഉണ്ടാകും. പാനിക് അറ്റാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പേടിയാണ്, ഭയം, അകാരണമായ ഭയം. പിന്നെ പാനിക് അറ്റാക്ക് പെട്ടെന്ന് മൂർധന്യാവസ്ഥയിലെത്തും. ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ അത് പെട്ടെന്ന് മൂർധന്യാവസ്ഥയിലെത്തി പിന്നെ രോഗി
അത് സെറ്റിൽ ഡൗൺ ചെയ്യുകയും ചെയ്യും. ഹാർട്ട് അറ്റാക്ക് കുറച്ചും കൂടെ പതിയെ ആയിരിക്കും, അതിനുശേഷം കൂടി വന്ന് പിന്നെ കുറച്ച് നേരത്തേക്ക് കൂടെ നെഞ്ചുവേദനയൊക്കെ നിലനിൽക്കും. ഹാർട്ട് അറ്റാക്കിൻ്റെ ഒപ്പം രോഗികൾക്ക് ഛർദിലൊക്കെ ഉണ്ടാവും. പാനിക് അറ്റാക്കിൻ്റെ കൂടെ വേർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഛർദിലൊക്കെ ഉണ്ടാവുക കുറവാണ്. പിന്നെ ടെസ്റ്റുകളിലേക്ക് പോയാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് ECGയിൽ വേരിയേഷൻ ഉണ്ടാവുകയും ബ്ലഡിൻ്റെ ടെസ്റ്റുകളിൽ ട്രോപ്പൈ എന്നൊക്കെ പറയുന്ന ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും ചെയ്യുമ്പോൾ പാനിക് അറ്റാക്ക് ഉള്ള രോഗിയിൽ എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും. പാനിക് അറ്റാക്ക് ഒരു പ്രാവശ്യം ഉണ്ടാവുന്നതാണ്, എന്നാൽ ചിലർക്ക് ഇത് വീണ്ടും വീണ്ടും ഉണ്ടാവാം. അതിനാണ് ഒരു പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ടിപ്പിക്കലായ ഒരു പാനിക് അറ്റാക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ ഉള്ള ഒരു രോഗിക്കാണ് പാനിക് ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ആരൊക്കെയാണ് ഇത് വരാൻ അപകട സാധ്യത കൂടുതലുള്ളവർ? ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള രോഗാവസ്ഥകൾ ഉള്ള ആൾക്കാരിൽ പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൂടെയും സൈക്യാട്രിസ്റ്റിനെ കണ്ട് വേണ്ട മെഡിസിൻസ് ഒക്കെ എടുത്ത് ആങ്സൈറ്റി ഡിപ്രഷൻ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാനിക് അറ്റാക്സ് ഉണ്ടാകാം. ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായാൽ അത് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? മരുന്നാണോ അതിൽ പ്രധാനം? മരുന്നല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഈ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും പാനിക് അറ്റാക്ക് ആണോ എന്നത് ഉറപ്പാക്കാൻ വേണ്ട പരിശോധനയൊക്കെ നടത്തി ECG ഒക്കെ നടത്തി ഇത് വേറെ കുഴപ്പം പിടിച്ചതല്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ഷുഗറൊക്കെ താന്നുപോയ രോഗികൾക്കൊക്കെ ആ സമയത്ത് പാനിക് അറ്റാക്ക് പോലെയുള്ള അവസ്ഥ ഉണ്ടായി കണ്ടിട്ടുണ്ട്. പാനിക് അറ്റാക്ക് ഉള്ള ഒരു രോഗി അങ്ങ് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒന്നാമത് ഏറ്റവും പ്രാധാന്യമുള്ളത് ബ്രീത്തിങ് എക്സർസൈസാണ്. നിങ്ങളുടെ ശ്വാസഗതി പതിയാക്കാൻ നോക്കുക. ഒരു 3-4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഡീപ്പായിട്ട് ഉള്ളിലേക്ക് വലിക്കുക. അതുപോലെ തന്നെ സമയമെടുത്ത് 3-4 സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്കും. ഇത് വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസഗതിയിൽ ആക്കുക. ശ്വാസഗതി പതിയാക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റും നിങ്ങളുടെ പേടിയും എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ വരും. രണ്ടാമത് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക്. എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഈ പെട്ടെന്ന് ആ ഭയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ, ഓക്കെ, ഇവിടെ ഒരു മേശയുണ്ട്, മേശയിലൊന്ന് തൊടുക. നിങ്ങളുടെ കസേരയിൽ ഒന്ന് തൊടുക. നിങ്ങളുടെ കയ്യിലൊരു വാച്ച് ഉണ്ടെങ്കിൽ അതിൽ തൊടുക. അപ്പോൾ ചുറ്റുമുള്ള നിങ്ങൾക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാവുന്ന വസ്തുക്കളിൽ ഒന്ന് തൊടുക. രണ്ടാമത് നിങ്ങൾ ചുറ്റും എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ടച്ച് എന്ന് പറയുന്ന ഫീലിംഗ്, സ്മെൽ എന്ന് പറയുന്നത്, പിന്നെ കാഴ്ച വെച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങൾ നിരീക്ഷിക്കുക. അപ്പം ചുറ്റുമുള്ള വസ്തുക്കളെ അനുഭവിച്ചറിയുന്നതിന് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ യൂസ് ചെയ്താൽ, അത് അവയർനെസ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സിറ്റുവേഷൻ വീണ്ടും വീണ്ടും വരുന്നവർക്ക് ചെയ്യാവുന്ന മറ്റൊരു ടെക്നിക്കാണ് ഒരു ക്ലോസ്ഡ് ബാഗ്, ഒരു പേപ്പർ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ശ്വാസം വിടുകയും വലിക്കുകയും റിപ്പീറ്റഡായി ചെയ്താൽ പാനിക് അറ്റാക്ക് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോഴൊക്കെ പറ്റും. വീണ്ടും വീണ്ടും പാനിക് അറ്റാക്ക് വരുന്നു, അതല്ല നിങ്ങൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക. മരുന്നുകൾ വേണോ എന്നത് ശ്രദ്ധിക്കുക. സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് ഒത്തിരി ഉപകാരപ്പെട്ടേക്കും. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ സഹായത്തോടെ ഈ പറയുന്ന പാനിക് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ആ കാര്യത്തിൽ നിന്ന് മാറ്റിവിടാൻ ട്രെയിൻ ചെയ്താൽ ആ സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എക്സ്പോഷർ ടെക്നിക്സ് അവർ യൂസ് ചെയ്യാറുണ്ട്. പാനിക് അറ്റാക്ക് ഉള്ള രോഗികൾ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ആളുകൾ ഒത്തുകൂടുന്ന മാളുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കും. അത് നീണ്ട കാലം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അത് പാനിക് അറ്റാക്ക് ഉണ്ടാവാനുള്ള റിസ്ക് നിങ്ങളിൽ കൂട്ടിയേക്കാം. ഏറ്റവും അവസാനത്തെ വഴിയാണ് മരുന്നുകൾ. ക്ലോണാസെപ്പാം എന്നൊക്കെ പറഞ്ഞുള്ള ചില മരുന്നുകൾ പാനിക് അറ്റാക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഡോസ് നമ്മൾ ചിലപ്പോഴൊക്കെ രോഗികൾക്ക് കൊടുക്കും. അത് മൗത്ത് ഡിസോൾവിങ് ടാബ്ലറ്റ്. വായു വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും,
മനസ്സ് കാമാവാൻ സഹായിച്ചേക്കാം. പക്ഷേ അടിക്കടി ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ റെഗുലറായിട്ടുള്ള മെഡിസിൻസും വേണ്ടി വന്നേക്കാം. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയമുള്ള മറ്റാളുകൾക്കോ ആർക്കെങ്കിലും പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. ആവശ്യമെന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഹെൽപ്പ് സ്വീകരിക്കുക. ഇത് ഒരു മെഡിക്കലി മാനേജ് ചെയ്യേണ്ട പ്രശ്നമാണ് എന്ന തിരിച്ചറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നന്ദി.